കോഴിക്കോട് കൊടുവള്ളി നഗരസഭയിലെ വോട്ടർ പട്ടികയിലെ അപാകതയിൽ നിരവധി പേരാണ് ഹിയറിംഗിനെത്തിയത്. നൂറുകണക്കിന് ആളുകൾ ഇപ്പോഴും നഗരസഭയിലുണ്ട്. ഇന്ന് 5 മണിക്കുള്ളിൽ ഹിയറിംഗ് നടപടികൾ പൂർത്തിയാക്കാൻ സാധിക്കില്ല എന്നാണ് വിലയിരുത്തൽ. കൊടുവള്ളി നഗരസഭയിലെ വോട്ടർ പട്ടികയിൽ കാര്യമായ ക്രമക്കേട് നടന്നതിനെ തുടർന്ന് പരാതികൾ ഉയർന്നതിനെ തുടർന്നാണ് ഹിയറിംഗിലേക്ക് കടന്നത്. നന്ദഗോപാൽ വിശദാംശങ്ങളുമായി. നന്ദു, 5 മണി വരെയാണ് ഹിയറിംഗ്. 5 മണിക്കുള്ളിൽ പരിശോധിക്കാവുന്ന അത്ര പരാതികളെ ഉള്ളോ, അതോ നൽകിയ സമയത്തിനകം തീർന്നില്ലെങ്കിൽ പിന്നീട് എന്ത് ചെയ്യും? ഇതൊരിക്കലും പ്രാവർത്തികമാകില്ല എന്നുള്ളതാണ് ഇവിടെയുള്ളവർ തന്നെ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസമായി ആളുകൾ വലിയ പ്രതിഷേധത്തിലാണ്. വ്യാപകമായി വോട്ടുകളിൽ ഒരു ക്രമക്കേട് ഇവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് 1000-ലധികം വോട്ടുകൾ നഷ്ടമായി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട 2 ദിവസത്തെ ഹിയറിംഗ് ആണ് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ 2 ദിവസത്തെ ഹിയറിംഗ് കൊണ്ട് കാര്യങ്ങളൊന്നും തന്നെ കൃത്യമായി നടപ്പിലാവില്ല എന്നുള്ളതാണ് ഈ ആളുകൾ തന്നെ പറയുന്നത്. പ്രത്യേകിച്ചും ഇത്രയും അധികം വോട്ടുകൾ ഇവിടെ സജ്ജമാക്കേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധം കൂടി ആളുകളുടെ ഭാഗത്തു നിന്നുണ്ട്. നിങ്ങൾക്ക് കുറേ ദിവസം ഹിയറിങ്ങിന് വരുന്നുണ്ട്. ഇന്നലെ വന്നിരുന്നു. പിന്നെ എൻ്റെ വീട്ടിൽ നിന്നൊക്കെ ഒരുപാട് വോട്ടുകൾ മാറ്റപ്പെട്ടിട്ടുണ്ട്. എൻ്റെ ഡിവിഷൻ തന്നെ 24ഓളം വോട്ടുകൾ തൊട്ടടുത്ത ഡിവിഷനിലേക്ക് മാറ്റപ്പെട്ടിട്ടുണ്ട്. ഒക്കെ അനധികൃതമായിട്ട് ചെയ്തതാണ്. പല ഡിവിഷനുകളും കൃത്രിമം നടന്നിട്ടുണ്ട്. മറ്റു പലരെയും താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി യാതൊരു മാനദണ്ഡവും പാലിക്കാതാണ് ക്രമക്കേടുകൾ നടന്നിട്ടുള്ളത്. ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് ഹിയറിംഗ് പൂർത്തിയായ ഇതൊക്കെ പരിഹരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇന്നിപ്പോൾ അവർ പറയുന്നത് ഫോം 5 സൈറ്റ് ക്ലിയർ അല്ല, സൈറ്റ് ഓപ്പൺ അല്ല എന്നാണ് പറയുന്നത്. ഇപ്പം ഇന്നലെ ആൾക്കാർ വന്നിരുന്നു. ഇതൊക്കെ എന്നാണ് പല ആൾക്കാരും ജോലിക്ക് പോകുന്ന ആൾക്കാരാണ്. അവർ ജോലി ഒഴിവാക്കി മാറ്റിയിട്ടാണ് ഈ ഹിയറിങ്ങിന് വേണ്ടി ഇവിടെ വരുന്നത്. അതൊക്കെ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ നിങ്ങൾ കണ്ടറിയാം, അവിടെയൊക്കെ ഒരുപാട് ആൾക്കാർ താഴത്തും മുകളിലൊക്കെ ഒരു ലൈൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പരിപാടിയാണ് എടുത്തിട്ടുള്ളത്. രാവിലെ മുതലേ നമ്മൾ രാവിലെ വന്ന് നിൽക്കുന്നുണ്ട്. ഒരു എന്താ പറയുക, ഇവിടെ ഉദ്യോഗസ്ഥന്മാർ എന്താ ചെയ്യുന്നതെന്ന് നമുക്കറിയില്ല. എന്താ വെച്ചാൽ നമുക്ക് വോട്ട് ഹിയറിങ്ങിന് വന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇന്നലെയൊക്കെ സുഖമായി നടന്നു. ഇന്നത്തെ കാര്യത്തിൽ എന്താണെന്നുള്ള യാതൊരു ഇതുമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ജോലിയൊക്കെ ഒഴിവാക്കി എത്തിയത് ഞങ്ങൾ ഡിവിഷൻ 20 പ്രതിനിധിയാണ്. അവിടെ 67 വോട്ട് കയറി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ 49 വോട്ട് അവിടുന്ന് തള്ളപ്പെട്ടിട്ടുണ്ട്. ഇതിൽ ഹിയറിങ്ങിന് ഹാജരാകാൻ കഴിയുന്നുണ്ട്, പക്ഷേ പ്രായം ചെന്ന ആൾക്കാർ ഹിയറിംഗ് ഹാജരാൻ കഴിയുന്നില്ല. ഒരു ബുദ്ധിമുട്ടിലാണ്. വോട്ടില്ലാനും വോട്ട് അടുത്ത ഡിവിഷനിൽ എവിടെയൊക്കെ വേണ്ടത്. ചിലത് വോട്ട് ഡിലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഡിവിഷനിൽ കയറി വന്ന 67 വോട്ടോളം ഞങ്ങൾ ഫോം 5 കൊടുത്തത് തള്ള വേണ്ടിയിട്ട്. അപ്പോൾ തള്ളപ്പെടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അനധികൃതമായിട്ട് ഇവിടെ ഫീൽഡിൽ വന്ന ഉദ്യോഗസ്ഥന്മാരെയും അവിടെ കൊടുത്തിട്ടുണ്ട്, പേപ്പർ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അനധികൃതമായിട്ടുള്ള താമസമാണ് കയറി വന്നിട്ടുണ്ട്. അവിടെ ഡിവിഷൻ 20 താമസം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നിട്ട് അവിടെ നിന്ന് തള്ളപ്പെടാൻ കഴിയുന്നില്ല. അതായത് ആളുകൾ പറയുന്നത് ഇതാണ്, വലിയ തോതിൽ വോട്ട് നഷ്ടമായി. ആളുകൾ അവരുടെ തെറ്റല്ലാതെ തുടർന്നും ആളുകൾ ഇവിടെ എത്തി ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ട ഒരു സാഹചര്യം. അതുകൂടെയും ആളുകൾക്കിടയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം. നന്ദഗോപാലാണ് കൊടുവള്ളിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.